ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിത്രത്തിൽ കാണുന്ന ഈ അലങ്കാര ചെടിയെക്കുറിച്ചാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എല്ലാവരും ലാൻഡ്സ്കേപ്പിങ്ങിനും അതുപോലെ ഗാർഡൻ ബേർഡേഴ്സായിട്ടും ഇൻഡോർ പ്ലാന്റായിട്ടും ബാൽക്കണിയിലും ഒക്കെ പ്രിസർവ് ചെയ്യുന്ന യെല്ലോ മിനിയേച്ചർ മൊസാന്ത. സസ്യത്തിൻ്റെ പേര് യെല്ലോ മിനിയേച്ചർ മൊസാന്ത. ഇത് തന്നെ ലക്കി ജുവൽ മൊസാന്ത, മഞ്ഞ അക്കരക്കര, മഞ്ഞ കനകാംബരം, കുറിഞ്ഞി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു പരമ്പരാഗത വൈദ്യത്തിൽ ഉപയോഗിക്കുന്ന മെഡിസിനൽ പ്ലാന്റാണിത്. സസ്യത്തിൽ ആ പൂവിനോട് തൊട്ട് ചേർന്ന് കാണപ്പെടുന്ന ചെറിയ ഇലയാണ് അതിൻ്റെ ഇല. പക്ഷെ അവിടെ ഒരു ഇടയ്ക്കൊരു വലിയ ഇല, അതാ കാണുന്ന വലിയ ഇല ഇതിൻ്റെ അല്ല, തൊട്ടടുത്തുള്ളൊരു കാച്ചിൽ പടർന്നു കിടക്കുന്നതിൻ്റെയാണ്. വെള്ള, മഞ്ഞ, ചുവപ്പ്, നീല നിറങ്ങളിൽ ഈ സസ്യം കാണപ്പെടുന്നുണ്ട്. റുബിയേസി കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. ഇവയുടെ പരാഗരേണുക്കളിൽ നേരെ ബട്ടർഫ്ലൈസും ബീസും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. ശരിക്കും 60 സെൻറ്റിമീറ്റർ മുതൽ ഏകദേശം 100-110 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റിൽ വളരുന്ന നല്ല ബുഷിയായിട്ടുള്ള, അതേപോലെ നല്ല സ്പ്രെഡ് ചെയ്ത് വളരുന്നൊരു സസ്യമാണ്. ആ പൂക്കൾ നോക്കുക, എൻ്റെ മുട്ട കുഞ്ഞു പൂക്കളാണ്, ആ മുട്ടാണ് കാണുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മിന് വളരെ ബലക്കുറവാണ്. ഇപ്പോൾ സാധാരണ ബൊഗൈൻവില്ലയിലൊക്കെ കാണുന്ന കണക്ക് ബൊഗൈൻവില്ലയുടെ പൂക്കളെ പരാഗണത്തിന് ബീസിനെ സഹായിക്കാനായിട്ട് തൊട്ട് താഴെയുള്ള ഇലകൾക്ക് വർണ്ണത്തിൽ കാണുന്നത് പോലെ ഇവിടെ ഈ ചെടിയും മഞ്ഞ കൊച്ചു പൂവാണ്. അപ്പോൾ അത് പരാഗണത്തിന് ബീസിനെ ആകർഷിക്കാനായിട്ടാണ് തൊട്ട് താഴെയുള്ള ഇലയും കൂടെ പൂവിൻ്റെ അതേ നിറത്തിൽ മഞ്ഞ നിറത്തിൽ കാണപ്പെടുക. അപ്പോൾ ഒരു ചെറിയൊരു ബ്രാഞ്ച് ഒടിച്ചാണ് കാണിക്കുന്നത്. ബ്രാഞ്ചിന് വളരെ ബലക്കുറവാണ്. ബ്രാഞ്ച് തന്നെയാണ് ഇതിൽ നട്ട് തൈ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. വളരെ ബലക്കുറവുള്ളൊരു ബ്രാഞ്ചാണ്. സാധാരണയായിട്ട് ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ അമേരിക്ക തുടങ്ങിയ ട്രോപ്പിക്കൽ റീജിയൻസിലാണ് കാണപ്പെടുക. നല്ല കടും പച്ച നിറത്തിലെ ഇലകളും അതിൽ എല്ലാവരെയും ആകർഷിക്കുന്ന മഞ്ഞപ്പൂക്കളും. അപ്പോൾ മഞ്ഞ പച്ചയുടെ നല്ലൊരു കോമ്പിനേഷൻ. പൂത്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മഞ്ഞയും പച്ചയും കലർന്ന ആ ഒരു ദൃശ്യം കാണുമ്പോൾ നമ്മൾ ആരായാലും ആ ചെടി കണ്ടാലൊന്ന് നിന്ന് നോക്കിപ്പോകും. അത്രയ്ക്ക് നല്ല മനോഹരമാണ് ആ കോമ്പിനേഷൻ. മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. ഇതിനായി ചെടി വളരുന്നതിന് ആവശ്യം എന്ന് പറഞ്ഞാൽ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലാണ്, വെള്ളം നല്ല വാർന്നിറങ്ങുന്ന മണ്ണ്, അതേപോലെ ഫുൾ സൺലൈറ്റ്, നല്ല സൂര്യപ്രകാശത്തിൽ നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് ഇലകൾ പോലെ തന്നെ നിറച്ച് പൂക്കളും ആ മഞ്ഞ ഇലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നമ്മൾ നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചൂടിലും തണുപ്പിലും ഒക്കെ വർഷം മുഴുവൻ പൂത്ത് കിടക്കുന്നൊരു സസ്യം. നല്ല കുട പോലെയും മറ്റു ഷേപ്പിലൊക്കെ നമുക്ക് അതിനെന്ത് ചെയ്യാം, പ്രൂൺ ചെയ്ത് വളർത്താം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സ്റ്റെം മുറിച്ചാണ് നമ്മൾ തൈയായിട്ട് നടുക. ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഇത് വാങ്ങാനുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ വെക്കുന്ന വീടുകളിലും ഗാർഡൻ ഭാഗത്തുമൊക്കെ കൂടുതലായിട്ട് നട്ടുപിടിപ്പിക്കുന്ന സസ്യമാണ്. ശരിക്കും വളരെ ഗാർഡൻ ആകർഷകമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയും അതോടൊപ്പം ഒരു ഔഷധ സസ്യവും കൂടിയാണ്. അപ്പോൾ ചെടിയുടെ പേര് മറക്കരുത്, യെല്ലോ മിനിയേച്ചർ മൊസാന്ത. മൊസാന്തയുടെ വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടോ, മഞ്ഞയും പച്ചയും ചേർന്ന നല്ല ഭംഗി. ഇപ്പോൾ വീഡിയോ കണ്ടവർക്ക് വളരെ നന്ദി. ലൈക്ക് ചെയ്താൽ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.